ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ലഹരി മുക്ത കേരളം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മളെ കേരളത്തിലെ കൗമാരക്കാർ ഇന്ന് തീർച്ചയായിട്ടും ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ലാതെ ഒരുപാട് കുട്ടികൾ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കുട്ടികളുടെ കൈകളിൽ ആവശ്യത്തിനധികം പൈസകൾ എത്തിപ്പെടുമ്പോൾ അവർ എന്തിനു വേണ്ടി അത് ഉപയോഗിക്കുന്നു, എങ്ങനെ അവർ ചിലവഴിക്കുന്നു എന്ന് തീർച്ചയായിട്ടും കേരളത്തിലെ ഓരോ അമ്മമാരും ഓരോ ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ന് ഒരു ഉമ്മയുടെ കണ്ണീരാണെങ്കിൽ നാളെ അത് കേരളക്കാരുടെ മൊത്തം കണ്ണീരായി മാറും. അത് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ആ ഉമ്മ സമൂഹ മാധ്യമത്തിലും അതുപോലെ തന്നെ പൊതുമധ്യത്തിലേക്കും ഈ വാർത്ത അറിയിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഉമ്മയുടെ കണ്ണീരിനൊപ്പം നമ്മളെല്ലാവരും ഐക്യകണ്ഠേന ഇനി ഒരു ഉമ്മാക്കും ഒരു അമ്മക്കും ഈ കണ്ണീർ വാർത്താൻ ഒരു അവസരം വരാത്ത രീതിയിൽ ഒരു ലഹരി മുക്ത കേരളം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതായിരിക്കുന്നു. ആദ്യം നമ്മുടെ വീട്ടിൽ നിന്നും പിന്നെ നമ്മുടെ സമൂഹത്തിലേക്കും പിന്നെ അത് പൊതുജന മധ്യത്തിലേക്കും എത്തിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇതിന് അടിമപ്പെടുകയില്ല എന്നും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇതിലൊന്നും പെടുകയില്ല എന്നും ഉറച്ചു വിശ്വസിക്കുന്ന അമ്മമാർക്ക് ഒരു താക്കീതുമായിട്ടാണ് ഈ ഉമ്മയുടെ വാക്കുകൾ. തീർച്ചയായിട്ടും ഈ ഉമ്മ ഒരു ദിവസം തൻ്റെ മകൻ്റെ കാറ് വൃത്തിയാക്കുന്നതിനിടയിൽ ആ കാറിൽ നിന്ന് ഉമ്മാക്ക് ഒരു കീസ് ലഭിക്കുകയാണ്. ആ കീസ് ഉമ്മ ഒന്ന് ചിന്തി നോക്കുമ്പോൾ ഉമ്മാക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വസ്തുതകൾ അതിൽ നിന്നും ഉമ്മാക്ക് മനസ്സിലാവുകയാണ്. ആ ഉമ്മ എടുത്തത് പരിശോധിക്കുമ്പോൾ ഇന്ന് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും നിയമപ്രകാരം ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരുപാട് ഡ്രഗ്സിൻ്റെ ഒരു ശേഖരം തന്നെ ആ ഉമ്മാക്ക് അതിൽ നിന്ന് കിട്ടുകയാണ്. ആ ഉമ്മാൻ്റെ നെഞ്ച് പൊട്ടിപ്പോവുകയാണ്. പക്ഷേ ആ ഉമ്മ തളർന്നില്ല. ആ ഉമ്മ അത് നിയമപാലകരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് എനിക്ക് ഈ ഗതി വന്നു, നാളെ ഒരു ഉമ്മാക്കും ഒരു അമ്മക്കും ഈ ഗതി വരാതിരിക്കാൻ വേണ്ടി തൻ്റെ മകനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആ ഉമ്മ ദൃഢനിശ്ചയം. തീർച്ചയായിട്ടും അത് ഏതൊരു ഉമ്മാക്കും അതുപോലെ തന്നെ ഏതൊരു അമ്മക്കും സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല ഒരു മാതൃത്വത്തിൻ്റെ ഒരു പ്രതീകം തന്നെയായിട്ട് നമുക്ക് ഈ ഉമ്മയെ വാഴ്ത്തപ്പെടാം. മൂന്നത്ര വയസ്സുണ്ട്. മോനിപ്പോ 21 വയസ്സായി. പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോവലുണ്ട്. പക്ഷേ രാത്രി വൈകിയൊക്കെ എത്താറുള്ളു. പക്ഷെ നമുക്ക് കൂടെ പോകാനൊന്നും കഴിയില്ലല്ലോ. പല നാളിൽ പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട്, കുട്ടി അങ്ങനെയാണ്, കുട്ടി ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ മക്കളെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ. ഉമ്മാനോട് എന്താ പറഞ്ഞെന്ന് കഴിഞ്ഞാല്, ഞാൻ ഒരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട്. പൊതി മാത്രമല്ല, ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട്. പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ. കാരണം നമുക്കത് സൂക്ഷിക്കുക പ്രായോഗികമല്ല, നിയമത്തിന് വിധേയമല്ലല്ലോ. അപ്പൊ ഞാനത് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, നിയമത്തിന്റെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ, ഒരു പ്രമുഖ ചാനലിൽ വന്നൊരു ന്യൂസ് കണ്ടപ്പോ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി. എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. കാരണം ഇതിനൊക്കെ ഓരോ കോഡ് ഭാഷയുണ്ട്, ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മളെ മക്കളല്ലേ, ഇത് വേറൊന്നും ആയിരിക്കൂലെന്ന്. പക്ഷെ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ്. എനിക്ക് ആശ്രയാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടു പോയി. എന്റെ മോനെ അത്രയും സ്നേഹിച്ചിരുന്നു. ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ദയവായി നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണണം. ആ ഉമ്മ പറയുകയാണ്, ഈ കുട്ടിയെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ ഇവൻ്റെ ഈ അടിയും തൊയ്യും എല്ലാം ഈ കുട്ടി കൊള്ളണ്ടേ? അത് കഴിഞ്ഞാൽ കുട്ടി അവിടെ കൊടുന്ന് കരയണ്ടേ? അത് കഴിഞ്ഞാൽ കുട്ടി ചിലപ്പോൾ ആത്മഹത്യ ചെയ്യില്ലേ? ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ഡിവേഴ്സിലേക്ക് പോകില്ലേ? ഒരുപാട് കടന്ന് ആ ഉമ്മ ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് താൻ ഇത് നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. അതുപോലെ തന്നെ ഈ കുട്ടിയെക്കുറിച്ച് ആ ഉമ്മ പറയുകയാണ്, ഖുർആൻ മടപ്പാടമാക്കാൻ വേണ്ടി തനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഉമ്മാനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ ഹാഫിളാക്കാൻ വേണ്ടി ഉപരിപഠനത്തിന് വേണ്ടി കൊണ്ട് ചേർത്ത ഉമ്മ ഒരു കൊറോണ സമയത്താണ് ഈ കുട്ടി ഈ പഠനം നിർത്തുന്നതും അതിനുശേഷമാണ് ഈ കുട്ടി വഴിതെറ്റുന്നതുമെല്ലാം. ഈ കുട്ടിയെക്കുറിച്ച് ഉമ്മാക്ക് ആദ്യം ഒരുപാട് നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയാനുണ്ടായിരുന്നത്. അതിനുശേഷം ഈ കുട്ടി വീട്ടിൽ നിന്ന് ഞാൻ പണിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന അവസ്ഥയാണ്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് ഉമ്മാക്ക് അറിയില്ല. ആ ഉമ്മ പറയുന്നുണ്ട്, പുറത്ത് പോയി നമുക്ക് പോയി നോക്കാൻ വേണ്ടി സാധിക്കില്ലല്ലോ. കാരണം ആൺകുട്ടികളല്ലേ, പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് നോക്കാം, പക്ഷെ ആൺകുട്ടികളല്ലേ, നമുക്കത് സാധിക്കില്ലല്ലോ. അമ്മ നെഞ്ച് പൊട്ടിക്കൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ആ ഉമ്മ പറയുന്നു, എൻ്റെ കഴിവിൻ്റെ പരമാവധി താൻ ഒരുപാട് കൗൺസിലിങ്ങും അതുപോലെ തന്നെ ഒരുപാട്
ഡോക്ടർമാരെ എടുത്ത് താൻ കൊണ്ടുപോയിട്ടുണ്ട്. താൻ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഈ കുട്ടിയെ കൊണ്ട് ഒരുപാട് ഞാൻ നടന്നിട്ടുണ്ട് എന്നും എനിക്ക് നടക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വന്ന് കൈ നീട്ടുന്നതെന്നും ഉമ്മ കരഞ്ഞുകൊണ്ട് മാറോട് അടക്കി പിടിച്ചുകൊണ്ട് ഉമ്മ പറയുന്ന രംഗം ഏവരുടെയും കരളിനൊന്ന് പിടിച്ചു കുലുക്കുന്ന ഒരു വാർത്ത. തീർച്ചയായിട്ടും. പക്ഷെ അത് മാത്രമല്ല മോളെ, ഇവൻ ഇനി വലുതായി മറ്റൊരു കല്യാണം കഴിഞ്ഞ് പോയാല് ആ കുട്ടിയും എന്നെ പോലെ കരയേണ്ടി വരൂലേ ഇവൻ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് നാളെ ഒരു കല്യാണം ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ അടുത്ത് വിളിച്ചോണ്ട് നമ്മളെ പോലെ അവരിരുന്ന് കരയാൻ പാടില്ല. നമ്മളെ ഇങ്ങനെ മക്കളെ കൊണ്ട് ഇടങ്ങേറായി നമ്മളെ പോലെയാണല്ലോ മറ്റു പെണ്ണുങ്ങളെ, നമ്മുടെ മരുമോളാണെങ്കിലും മോളായിട്ടാണല്ലോ വരണത്. കാരണം ഇതിങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയും ഇതിനൊരു ഏരിയാവണ്ടേ, അവന്റെ അടി കൊള്ളണ്ടേ, അതുവഴി ആത്മഹത്യ ചെയ്യൂലേ, ഡൈവോഴ്സ് നടക്കൂലേ, എന്തൊക്കെയാ പിന്നെ നടക്കലുണ്ടാവുക. നമ്മളെല്ലാരും പിന്നെ ഇവന്റെ ഈ ഒരു സ്വഭാവം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. കാരണം അവൻ ഹാഫിളാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ്, ആലിമാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ ഇവനെ നന്നാക്കിക്കൂടെ. നന്നാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് കൗൺസിലിംഗ് കാര്യങ്ങൾ എന്നാൽ കഴിയണം. എനിക്ക് തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിൽ പോലും എന്റെ ഈ മോനെ നന്നാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്നേഹവും ഒരുപാട് ഈമാനും ഒരുപാട് ക്ഷമയുമുള്ള ഒരു മാതാവിന് മാത്രമേ ഇത്തരം ഒരു വാക്കുകൾ പുറത്തേക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. തൻ്റെ കുട്ടിയെ ആ ഉമ്മ എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു. ആ കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ടോ എന്തോ ആ കുട്ടി ഈ ഉമ്മാനോട് തന്നെ വളരെ വൃത്തികെട്ട രീതിയിൽ, അതുപോലെ തന്നെ ലൈംഗികപരമായിട്ട് വരെ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി. ആ ഉമ്മ അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് ആ ഉമ്മ മകനോട് പറയുകയാണ്, തൻ്റെ മകൻ ഈ ലോകത്തിൻ്റെ എവിടെയായാലും അവൻ സുഖമായിട്ടിരിക്കട്ടെ. തൻ്റെ മോൻ എവിടെ നിന്നെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൻ്റെ പ്രവൃത്തികളിൽ മാറ്റം വരുത്തി ഒരു തിരിച്ചുവരവ്, നല്ലൊരു ജീവിതത്തിലേക്കുള്ളൊരു തിരിച്ചുവരവ് ഉണ്ടാവട്ടെ എന്നും അങ്ങനെയുള്ള മകൻ്റെ തിരിച്ചുവരവിനായി ഉമ്മ മരണം വരെ ഇവിടെ കാത്തിരിക്കാൻ തയ്യാറാണ് എന്നും തൻ്റെ മകന് വേണ്ടി ദുആ ഡെയിലി ചെയ്യുമെന്നും ആ ഉമ്മ മനസ്സ് പൊട്ടിക്കൊണ്ട് കരയുന്ന ഒരു വീഡിയോ. ഇത് നമ്മുടെ സമൂഹത്തിന് എല്ലാം മാതൃകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ളവരെയും നാട്ടിലുള്ളവരെയും എല്ലാം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും അത് നമുക്ക് ഒരു നഷ്ടമാവില്ല, അത് ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് പറയുന്നു. ആ ഉമ്മാൻ്റെ വാക്കുകൾ നമുക്ക് ഒന്ന് കേൾക്കാം. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പേടിയായിരുന്നു. പിന്നെ എൻ്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു. എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കൂടി എൻ്റെ മോന് ലോകത്തിന്റെ എവിടെ ജീവിച്ചിരുന്നാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എവിടെ നീ ജീവിച്ചിരുന്നാലും നന്നായിരിക്കുക, ലഹരിയിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുക. എവിടെ ഇരുന്നാലും എൻ്റെ ദുആ ഉണ്ടാവും. എനിക്ക് നിന്നെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. എത്ര സമൂഹം പുച്ഛിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ്. എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഉമ്മ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടു കാണും. ആ 21 വയസ്സുള്ള തൻ്റെ മകൻ തന്നോട് ലൈംഗികപരമായി വരെ അതിക്രമങ്ങൾ കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ലഹരി മരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് അവൻ എത്തിച്ചേർന്നിരിക്കുന്നു. അവന് ഉമ്മാനെ മനസ്സിലാവുന്നില്ല, അതുപോലെ തന്നെ പെങ്ങളെ മനസ്സിലാവുന്നില്ല. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ സ്കൂളിലോ കോളേജിലോ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ വൈകിയാണ് കുട്ടി വീട്ടിൽ വരുന്നത്, അല്ലെങ്കിൽ രാത്രി ഞാനൊരു ചായ കുടിച്ച് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു 50 രൂപയോ 100 രൂപയോ എടുത്ത് കുട്ടിക്ക് കൊടുത്ത് ടൗണിൽ പോയി ചായ കുടിച്ച് വരാൻ വേണ്ടി പറയുന്നു. ആ കുട്ടി അത് സ്ഥിരമായ ഒരു പരിപാടിയാക്കി മാറ്റുകയാണ്. തീർച്ചയായും ആ കുട്ടി തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ ആ കുട്ടിയുടെ പാൻറ്റിൻ്റെ കീസും അതുപോലെ തന്നെ ഷർട്ടിൻ്റെ പോക്കറ്റും അതുപോലെ തന്നെ പേഴ്സും അതുപോലെ തന്നെ വായൊന്നും മണത്ത് നോക്കി എല്ലാം നിങ്ങൾ ചെയ്യണം. തീർച്ചയായിട്ടും എന്തുകൊണ്ടെന്നാൽ തൻ്റെ കുട്ടി ഇതൊന്നും ചെയ്യില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഒരിക്കലും നിങ്ങൾ വെച്ച് പുലർത്താൻ വേണ്ടി പാടില്ല. ഒരു കാരണവശാലും അവസാനം ഒരു വലിയ കുണ്ടിൽ അകപ്പെട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ കുട്ടിയെ തിരിച്ചെടുക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ പോലും നമുക്കത് നടക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. ഈ കുട്ടി ഖുർആൻ മനഃപാഠമാക്കാൻ വേണ്ടി നിയത്തെടുത്ത് പഠനം നടത്തുന്ന ഒരു കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ സഹപാഠികളുടെ ഇടയിൽപ്പെട്ടാണ് അദ്ദേഹം ഈ ഒരു ഗതിയിലേക്ക് അകപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ കുട്ടികൾ എത്ര നല്ല കുട്ടികളായാലും ആ കുട്ടികളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ അവരുടെ എവിടെയാണോ അവർ
അവരുടെ സഹവർത്തിത്വം നടത്തുന്നത് ആ ഇടപഴകുന്ന ചുറ്റുപാട് മോശമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ മോശപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ പണം നമ്മൾ നമ്മുടെ കുട്ടികളെ കയ്യിൽ കൊടുക്കാതെ, അതുപോലെ തന്നെ ഒരു പരിധിയിലധികം സമയം അവരുടെ ടൗണുകളിലും അതുപോലെ തന്നെ പുറത്തുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കും വിടാതെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇന്ന് കോളേജിലും അതുപോലെ തന്നെ ഉപരിപഠനത്തിന് പുറത്തേക്കൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇത്തരം ഡ്രഗ്സിനും മറ്റും അടിമപ്പെടാനുള്ള സാഹചര്യം ഒരുപാടുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ പടച്ച തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു ശ്രദ്ധ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ മേലും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്നവരുടെ മേലും നമുക്ക് തീർച്ചയായിട്ടും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിലേക്ക് ഖേദിക്കേണ്ട ഒരവസ്ഥ വരില്ല. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ നല്ലൊരു മാർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓരോ ഉമ്മമാരും ഓരോ അമ്മമാരും തീർച്ചയായും ഉറപ്പുവരുത്തണം. കാരണം ഒരച്ഛനെ സംബന്ധിച്ച് അച്ഛൻ വർക്ക് ചെയ്യാൻ പോകുന്നതിനാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ഒരു അമ്മയ്ക്കാണ് അല്ലെങ്കിൽ ഒരു ഉമ്മയ്ക്കാണ് തീർച്ചയായും അവരുടെ മകനെ അടുത്തറിയാനും അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നമ്മുടെ കുട്ടികളിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുകയും അതുപോലെ തന്നെ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. അത് നാട്ടിൽ ഫ്ലാഷാക്കിയിട്ട് അവരെ പൊതുജനത്തിൽ മധ്യത്തിലിരുത്തി മോശമാക്കുന്നതിന് പകരം നമ്മൾ സ്വകാര്യതയിൽ തീർച്ചയായിട്ടും അതൊരു കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കാൻ പറ്റുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾക്കിഷ്ടപ്പെടുന്ന നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് ബൈ.